ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു വി നെക്ക് കോട്ടൺ കുർത്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിന് ഈ ക്ലോത്ത് രണ്ടായിട്ട് നടുമടക്കി കൊടുക്കാം. ശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ശേഷം ഇതുപോലെ മടക്കുള്ള ഭാഗത്ത് 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മളുടെ താഴെ വരെ ഇതുപോലെ വരച്ചു കൊടുക്കാം. 4 ഇഞ്ചിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ബാക്ക് പീസും വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ബാക്ക് പീസും അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ചെസ്റ്റ് 11 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കാണ് 11 ഇഞ്ച്. ലാസ്റ്റ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14, വേസ്റ്റിൻ്റെ വിടുത്ത് 10 അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ബോട്ടം താഴെ ഭാഗം വരെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും വരച്ചു കൊടുക്കുക. ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക. ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് മുകളിലേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് നിവർത്തി വെക്കാം. നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയത് നിവർത്തി വെച്ചിട്ട് ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് 3 ഇഞ്ചിൽ നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 12 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 12 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുക. ശേഷം ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ വരച്ചിട്ട് മുകളിൽ നിന്ന് ആ 1 ഇഞ്ചിലോട്ട് നമുക്ക് ഇതുപോലെ വി ആയിട്ട് വരച്ചു കൊടുക്കാം. വീഡിയോ കണ്ട ശരിക്കും മനസ്സിലാകും. അപ്പം മുകളിൽ നിന്ന് താഴെ ആ 1 ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഈ ബോക്സാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ ഈ വരക്കണ ഈ ബോക്സാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ പ്ലീറ്റ് ഇടുമ്പോൾ ഇതുപോലെ വി ആയിട്ട് നമുക്ക് നെക്ക് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ച് നമുക്ക് കിട്ടണം കേട്ടോ. ശേഷം ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക 3 ഇഞ്ച്. 1/2 ഇഞ്ചിൽ ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും വെച്ച് നമുക്ക് ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഷോൾഡർ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ നടുമടക്കിയിട്ട് നമുക്ക് നെക്ക് എത്ര ലെങ്ത്ത് ഉണ്ട് എന്നൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ എത്ര ഇറക്കം വരുന്നുണ്ട് എന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് നമുക്ക് കോളർ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. മുപ്പത്താറ് ഇഞ്ചിൽ ഞാൻ ഇതുപോലെ 36 ഇഞ്ച് ലെങ്ത്തുള്ള ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്രയും ലെങ്ത്തിൽ ക്യാൻവാസും കട്ട് ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസ് അതിന്മേൽ വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ലേസും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മളുടെ ആ പ്ലീറ്റ് ഇട്ട ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ലേസും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാൻഡ് പീസില്ലേ അതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് അതിൻ്റെ ഒരു തുമ്പ് വെക്കുക. ശേഷം ഈ ക്യാൻവാസിൻ്റെ ഭാഗം മടക്കിയിട്ട് ലേസ് പുറത്തേക്ക് വരുന്ന രീതിയിൽ
ഇതുപോലെ മടക്കി കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ആ പ്ലീറ്റ് ഉള്ളിലോട്ട് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കോളർ. ഇനി നമുക്ക് ഈ പുറത്തോട്ടുള്ള ഭാഗങ്ങൾ രണ്ടും ഉള്ളിലോട്ടാക്കിയിട്ട് ആ പ്ലീറ്റ് ഇട്ട ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് എനിക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്ര വേണം, ഞാനൊരു 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം കേട്ടോ. നെക്കിൻ്റെ ഇറക്കം ഒരു 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമുക്കൊരു കട്ട് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 6 ഒക്കെ മതി എന്നുണ്ടെങ്കിൽ 6 ഇഞ്ചോ 5 ഇഞ്ചോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത്ര അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു കട്ട് പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാൽ ഞാൻ ഇതുപോലെ ഒരു കട്ട് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇനി നമുക്ക് സൈഡ് യോജിപ്പിച്ചിട്ട് താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.